സുധാകരനെ പാർട്ടി അവഗണിച്ചോ എന്നുള്ളതാണ് ചോദ്യം. പാർട്ടി അവഗണിച്ചു എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഒന്ന്. രണ്ട്, അപമാനിച്ചോ എന്നതാണ് ചോദ്യമെങ്കിൽ ജി സുധാകരന് അത് അപമാനമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ? രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ പറയാം. ഒന്ന്, പാർട്ടി സെക്രട്ടറി അന്ന് പത്രസമ്മേളനം നടത്തിയ ആ പ്രതികരണം ഞാൻ പലതവണ ഇട്ട് കണ്ടു. അതിൽ സുരേഷ് കുറുപ്പിനെ കുറിച്ച് ചോദിക്കുന്നത് സീറ്റിൻ്റെ കാര്യത്തിൽ പരിഗണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ സാധാരണ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇളവുണ്ടാകുമോ, ഇത്തവണ പരിഗണിക്കുമോ? ഈ രണ്ട് ചോദ്യങ്ങളാണല്ലോ സാധാരണ സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തകർ ചോദിക്കുന്നത്. അതിലൊന്നുകിൽ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും എന്ന മറുപടി പറയും. അതല്ല, ഉറപ്പുള്ള കാര്യമാണെങ്കിൽ ഇക്കുറി പരിഗണിക്കുന്നില്ല എന്ന് പറയും. ഇവിടെ യഥാർത്ഥത്തിൽ ജി സുധാകരനെ വീണ്ടും മത്സരിപ്പിക്കുമെന്നൊരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല. ഈ ഇളവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ 2 ടേം നടപ്പിലാക്കാം, വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലോ 2 ടേം പദ്ധതിയിൽ ഇളവ് കൊടുക്കാം എന്നുള്ളതാണ് പൊതുവെ എടുത്തിരിക്കുന്ന തീരുമാനം. അതിലടക്കം കെ ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി ഒടുവിൽ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നതിലും തീരുമാനമുണ്ടായി. അതിലാണ് ഒരു വ്യത്യസ്തമായ തീരുമാനമുണ്ടായത്. ഇപ്പോൾ എം മണി മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി. ഷംസീറിനെ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 2 ടേം അവിടെ നിബന്ധന ശക്തമാക്കിയിട്ടുണ്ട്. എന്താ, ഷംസീറും മോശമായ സ്ഥാനാർത്ഥിയാണോ? എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ നിർത്തി മത്സരിപ്പിച്ചുകൂടെ? തോമസ് ഐസക്കിനെ തിരുവനന്തപുരത്ത് സെൻട്രലാണെങ്കിലേ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ജി സുധാകരനെ ഈ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്നുള്ളത് പാർട്ടി ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മാധ്യമങ്ങൾ മെനഞ്ഞൊരു കഥയുണ്ട്. അത് പലപ്പോഴും ഈ CPM-ൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് മാധ്യമങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ ടീം വന്നിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിൽ ഓരോ ഘട്ടത്തിലും നല്ല മന്ത്രിമാർ വരും, ആ മന്ത്രിമാർ വരണം, പുതിയ മന്ത്രിമാർ വരണം എന്നുള്ളതാണ്. അത് ചില ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ മറന്നുപോകും. തോമസ് ഐസക്ക്, കെ ശൈലജ, ജി സുധാകരൻ എത്ര നല്ല മന്ത്രിമാരായിരുന്നു എന്നാണ് പറയുന്നത്. അത് ആ സമയത്തെ നല്ല ടീമാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ടീം വരണം എന്നുള്ളതാണ്. പാർട്ടി അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. ഒരു ജി സുധാകരൻ മാത്രം പോരാ, ഒരു തോമസ് ഐസക്ക് മാത്രം പോരാ. തോമസ് ഐസക്കിന് പകരം കെ ബാലഗോപാൽ വന്നപ്പോൾ പറഞ്ഞത് ബാലഗോപാലിന് തോമസ് ഐസക്കിനെ പോലെ മികച്ച ധനമന്ത്രിയാകാൻ കഴിയുമോ എന്നുള്ളതാണ്. ധനതത്വശാസ്ത്രത്തിൽ അഗാധമായ ഗവേഷണ പരിചയവും ഗവേഷണ ബോധവും ഒരുപക്ഷെ ബാലഗോപാൽ ഉണ്ടാവില്ല. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ആ മികവുണ്ട് എന്നുള്ളത് 5 ബഡ്ജറ്റുകളിലൂടെയും ബാലഗോപാൽ തെളിയിച്ചതല്ലേ നമ്മുടെ മുന്നിൽ. ഏറ്റവും മനോഹരമായ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ആളാണ് ബാലഗോപാൽ, തോമസ് ഐസക്കിനെ പോലെ തന്നെ. അപ്പോൾ ജി സുധാകരനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ജി സുധാകരനെ കുറിച്ച് ചോദിക്കുന്നു, ഇക്കുറി പരിഗണിക്കുമോ? സുരേഷ് കുറുപ്പിനെ കുറിച്ച് ചോദിച്ചതിന് ശേഷം രണ്ടാമത് ചോദിക്കുമ്പോൾ ഒരു പരിഗണനയുമില്ല എന്നാണ് പറയുക. പറയാനുള്ള കാര്യം എന്താ? ജില്ലാ സമിതിയിൽ നിന്ന് തീരുമാനം വന്നു കഴിഞ്ഞു. ജില്ലാ സമിതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള എല്ലാ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക വന്നു കഴിഞ്ഞു. അതിൽ തന്നെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് നാസറിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ സെക്രട്ടറി പറയുന്നത് എന്താ? ഒരു പരിഗണനയും ഇപ്പോൾ കൊടുക്കുന്നില്ല. കാര്യം നേരത്തെ തീരുമാനിച്ചതാണ് 75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കി 2 ടേം നിബന്ധന. ഇത് 7 തവണയാണ് ജി സുധാകരന് മത്സരിക്കാൻ അവസരം കൊടുത്തതെന്ന് ഓർമ്മിക്കണം. അതിൽ 4 തവണ മത്സരിച്ച് വിജയിച്ചു. 96-ൽ കായംകുളത്തുനിന്ന്, 2006, 2011, 2016 അമ്പലപ്പുഴയിൽ നിന്ന് തന്നെ മത്സരിച്ച് വിജയിച്ചു. 2 തവണ മന്ത്രിയായി. അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അക്കാര്യത്തിലൊന്നും എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം അദ്ദേഹം ഒരു പോസ് ചെയ്യുന്നുണ്ട്, ഈ സെക്രട്ടറി ഗോവിന്ദ മാഷ്. എന്നിട്ട് മാധ്യമങ്ങളാണ് ചിരിക്കുന്നത്. അല്ലെ, സുധാകരൻ ആദ്യം തിരിക്കുന്നത് ഗോവിന്ദ മാഷല്ല. ഞാനിത് കേട്ടു. അപ്പം ആ പ്രതികരണം കേട്ട് ആളുകൾ ചിരിക്കുകയാണ്. കാര്യം മാധ്യമങ്ങൾക്കറിയാം മത്സരിപ്പിക്കാൻ പോകുന്നില്ല, ജി സുധാകരനെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നില്ല. വെറുതെ ഒരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് മറുപടി വരുന്നു. ആ മറുപടിയെ തുടർന്ന് മാധ്യമങ്ങൾ ചിരിക്കുന്നു, അദ്ദേഹവും ചിരിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ജി സുധാകരനെ പരിഹസിക്കാൻ വേണ്ടിയുള്ള ചിരിയായിട്ട് നമുക്കത് ആവർത്തിച്ച് കാണുമ്പോൾ തോന്നുന്നില്ല. പക്ഷേ അത് മാത്രം എടുത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ജി സുധാകരന് തോന്നാം ഒരുപക്ഷെ സെക്രട്ടറി ഇത് അപമാനിക്കുകയാണോ, എന്നെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞത് സീറ്റിലേക്ക് പരിഗണിക്കുന്നില്ല എന്നാണ്, പാർട്ടിയിലേക്ക് പരിഗണിക്കുന്നില്ല എന്നല്ല. ആലപ്പുഴ ജില്ലയിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൻ്റെ മേൽനോട്ട ചുമതല നിർവഹിക്കാനുള്ള ജില്ലാ സെൻട്രലിൽ അദ്ദേഹത്തെ അംഗമാക്കിക്കൊണ്ട് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. പാർട്ടിക്ക് അദ്ദേഹത്തെ വേണം എന്നുള്ളതാണ്. എന്നാലും ജില്ലാ നേതൃത്വത്തിൻ്റെ ചില ഇടപെടലുകൾ ജി സുധാകരനെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, പാർട്ടി സെക്രട്ടറി അപമാനിച്ചു എന്നുള്ളത് തുടർച്ചയായിട്ട് നമ്മൾ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ കഴിയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പാർട്ടി ചിഹ്നത്തിനെതിരെ മത്സരിക്കാനും പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിനെതിരെ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നില്ല. അങ്ങനെ മത്സരിക്കാൻ ജി സുധാകരന് കഴിയില്ല. ജി സുധാകരനെ യഥാർത്ഥത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അത് ഞാൻ രണ്ടാമത്തെ ഘട്ടത്തിൽ പറയാം. എന്തുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിനെതിരെ അദ്ദേഹം മത്സരിക്കാൻ പോകാത്തത്? അദ്ദേഹം ഒരു അടിമുടി കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ ഫണ്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ സർവകലാശാലയിലെ ഏറ്റവും ഉയർന്ന പദവികളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന് തൊഴിച്ചു നിർത്തിയാൽ ജി സുധാകരന്
എല്ലാം പാർട്ടിയായിരുന്നു, അടിമുടി പാർട്ടിയാണ്. 63 വർഷം ആ പാർട്ടിക്ക് വേണ്ടി സർവവും മറന്ന് ഏതൊക്കെ നിലകളിലാണ് SFIയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ തീർന്നില്ല, കർഷക തൊഴിലാളി യൂണിയന്റെ, ട്രേഡ് യൂണിയൻ സംഘടനയുടെ ഒക്കെ തലപ്പത്ത് വന്ന് പൊരുതി പോരാടി നേടിയതാണ്. അങ്ങനെയുള്ള ജി സുധാകരന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് ആ പാർട്ടിയുടെ ചിഹ്നത്തിനെതിരെ മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ചു പറയുന്നത്, ജി സുധാകരൻ ഈ ചെങ്കൊടിക്ക് എതിരെ അഥവാ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനെതിരെ ഒരു മണ്ഡലത്തിലും നിന്ന് മത്സരിക്കാൻ നമ്മളുടെ റിപ്പോർട്ടർമാർ തന്നെ പറയായിരുന്നു, ആ SFIയുടെ ഇക്കാല നേതാക്കൾ പോലും അദ്ദേഹത്തെ പരിഹസിച്ച്. അതാണ് അപകടം. അതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ ജി സുധാകരന്റെ മഹത്വം എന്താണ് എന്നുള്ളത് ഒരു തലമുറയിലെ ആളുകൾക്ക് അറിയാം നന്നായിട്ട്. അതേസമയം തന്നെ ജി സുധാകരനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിലുണ്ട്, ജില്ലാ നേതൃത്വത്തിന്റെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതും വസ്തുതയുള്ള കാര്യമാണ്. വീണ് കിട്ടിയ അവസരങ്ങളിലേക്ക് അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ ഒഴിവാക്കി നിർത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. നോക്കൂ, രണ്ട് തരത്തിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. ഒന്ന്, അദ്ദേഹം MLA എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് സ്തുത്യർഹമായ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്ക് അമ്പലപ്പുഴയിൽ 3 തവണ ജയിച്ചു വരാൻ കഴിയില്ല. മാത്രമല്ല വിഭാഗീയത കത്തി നിൽക്കുന്ന സമയത്ത് കായംകുളത്ത് നിന്ന് വിജയിച്ചു വരികയും പിന്നീട് പരാജയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ആലപ്പുഴയെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ലല്ലോ. അതും പിണറായിക്കൊപ്പം നിന്നുകൊണ്ടാണ് ആലപ്പുഴയെ തിരിച്ചു പിടിക്കുന്നത്. MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. മാത്രമല്ല കറപുരളാത്ത രാഷ്ട്രീയ വ്യക്തിത്വമാണ് ജി സുധാകരൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ആ അർത്ഥത്തിൽ MLA എന്ന നിലയിൽ അദ്ദേഹം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് പദ്ധതികളുണ്ട്. അത് അദ്ദേഹത്തിന്റെ കാലശേഷമാണ് പൂർത്തീകരിക്കുന്നത്. അതായത് MLA എന്ന നിലയിൽ ജി സുധാകരൻ തുടങ്ങി വെച്ച ഒട്ടേറെ പദ്ധതികൾ ഈ സർക്കാർ പൂർത്തിയാക്കുമ്പോൾ അതിൽ പല പരിപാടികളുടെയും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തി. അത് ശരിയായൊരു നടപടിയല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, മത്സ്യത്തൊഴിലാളി ഭവന സമുച്ചയം ഉണ്ടാക്കി. ആ ഭവന സമുച്ചയത്തിന് തറക്കല്ലിടുന്നത് ജി സുധാകരന്റെ സമയത്താണ്. അത് മെഴ്സിക്കുട്ടമ്മയാണ് മന്ത്രി. ആ സമയത്ത് തറക്കല്ലിട്ട ആളുടെ ഫലകം എടുത്ത് മാറ്റുക, എന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഫലകം മാത്രം എടുത്തു വയ്ക്കുക. ഈ 2 ഫലകങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ജി സുധാകരന്റെ പേരെഴുതിയ ഒരു ഫലകം അവിടെയും അദ്ദേഹത്തിനോട് ഉദ്ഘാടനം നിർവഹിച്ച ശിലാഫലകത്തിന്റെയും ശിലാസ്ഥാപനത്തിന്റെ ഫലകവും ഉദ്ഘാടനത്തിന്റെ ഫലകവും അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് എന്താ തെറ്റ്? അവിടെയൊക്കെയാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ ചിലർക്ക് ചെറിയ വീഴ്ചകൾ സംഭവിച്ചത് എന്നുള്ളതാണ്. അത് ജി സുധാകരനെ പോലെ അത്യന്തം സെൻസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കവിഹൃദയമുണ്ട് ജി സുധാകരന് എപ്പോഴും. ഞാൻ അതിനെക്കുറിച്ച് പറയാം ഏറ്റവും ഒടുവിൽ അവസാനിപ്പിക്കുമ്പോൾ. അപ്പോൾ ആ കവിഹൃദയം, ഒരു കവിഹൃദയം എന്ന് പറയുന്നത് നിഷ്കളങ്ക മനസ്സിൽ നിന്നൊക്കെ വരുന്ന ഒരു കാര്യമാണ്. അല്ലാതെ പണത്തിന് പിന്നാലെയോ സ്വാധീനത്തിന് പിന്നാലെയോ ഒന്നും അദ്ദേഹം അങ്ങനെ പോയിട്ടില്ല. പദവികളൊക്കെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനൊരു ഇടം വേണം. ജി സുധാകരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇടം നിങ്ങൾ കൊടുത്തു നോക്കൂ. ജി സുധാകരൻ ഒരു തരത്തിലുള്ള വിവാദവും ഉണ്ടാക്കാതെ നീറ്റായിട്ട് ആ കാര്യം ചെയ്തു തരും. ദേവസ്വം മന്ത്രിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പറഞ്ഞ ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമയത്തൊന്നും അവിടെ നിന്ന് സ്വർണ്ണം അടിച്ചുകൊണ്ടൊന്നും പോയിട്ടില്ല എന്ന് പറയാനുള്ള ഉറപ്പുള്ളൊരു നേതാവാണ് ജി സുധാകരൻ. പ്രതിപക്ഷം തന്നെ സംബന്ധിച്ചിട്ടുണ്ട്, VD സതീശൻ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ജി സുധാകരനെ പോലെ അഴിമതി ആരോപണം നയിക്കാൻ പ്രതിപക്ഷത്തിന് പോലും ഭയമുണ്ടാകുന്ന നേതാവ് എന്നാണ് ജി സുധാകരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു നേതാവ് തുടങ്ങിവെച്ച MLA എന്ന നിലയിൽ തുടങ്ങിവെച്ച പല പദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. അതിലൊന്ന് മത്സ്യത്തൊഴിലാളി ഭവന സമുച്ചയം, 2 അദ്ദേഹം തുടങ്ങി വെച്ചൊരു പരിപാടിയാണ് കുട്ടനാട് കുടിവെള്ള പദ്ധതി. ഗംഭീര പരിപാടിയല്ലായിരുന്നു. ആ പരിപാടിയുടെ പൂർത്തീകരണം നടക്കുമ്പോഴും അതിൻ്റെ ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തുന്നു. MC റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ സ്ട്രെച്ച് പൂർത്തിയാക്കുമ്പോൾ മാറ്റി നിർത്തുന്നു. പടഹാരം പാലം, അതേപോലെ പെരുമ്പടം പാലം, ഈ 2 പാലങ്ങളും, ഈ പെരുമ്പടം പാലം എന്നൊക്കെ പറഞ്ഞാൽ കാണാൻ തന്നെ ബ്യൂട്ടിഫുൾ ആണ്, അദ്ദേഹത്തിൻ്റെ സമയത്ത് തുടങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പൂർത്തിയാക്കുന്ന സമയത്ത് ജി സുധാകരനെ കൂടി ആ ചടങ്ങിലേക്ക് വിളിക്കേണ്ടിയിരുന്നു. അത് വിളിക്കാതെ പോയി എന്നുള്ളതാണ് ഒരു പിശക് സംഭവിച്ചത്. ഒന്ന്, അത് MLA എന്ന നിലയിൽ. പക്ഷെ അതിനേക്കാൾ ഗൗരവമായി ഞാൻ കാണുന്നത് അദ്ദേഹം അടിമുടി പാർട്ടിയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്താണ് EMS ഹാള്. അവിടേക്ക് നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് പരിപാടി നടക്കുമ്പോൾ ആ ജില്ലയിൽ ഇന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ 3 മാസക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച് മർദ്ദനമേറ്റു വാങ്ങിയ ഒരു നേതാവേ ഉള്ളൂ ജി സുധാകരൻ. ആ നേതാവിനെ അങ്ങോട്ട് ക്ഷണിക്കുന്നില്ല. ആ നേതാവിനെ ക്ഷണിക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വേദന ഉണ്ടാവില്ലേ? പക്ഷേ അതിലും കൗതുകകരമായി തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്നൊരു കോൺഗ്രസ് നേതാവ് ഒരു ചാനലിൽ വന്നിരുന്ന് പറയുകയാണ്, അടിയന്തരാവസ്ഥയുടെ 50 വർഷത്തിൻ്റെ ആഘോഷ പരിപാടിയിൽ എന്തുകൊണ്ട് ജി സുധാകരനെ ക്ഷണിച്ചില്ല? ആരാ പറയുന്നത്? അടിയന്തരാവസ്ഥ ആ കോൺഗ്രസ് നേതാവ് ഞങ്ങൾ അതിനെ ന്യായീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ, പക്ഷെ അതിലെ കൗതുകതല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാർട്ടി വന്ന്, പാർട്ടിയുടെ പ്രതിനിധി വന്ന് പറയുകയാണ്, അടിയന്തരാവസ്ഥയുടെ 50 വർഷത്തിൽ ജി സുധാകരനെ ക്ഷണിക്കാതെ പോയത് മോശമായി പോയി കേട്ടോ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ കൗതുകം അവിടെയുണ്ട്. അപ്പോൾ പക്ഷേ ഒരു പാർട്ടി അടിയന്തരാവസ്ഥ കോൺഗ്രസ് തള്ളി പറഞ്ഞു രാഹുൽ ഗാന്ധി. ആയിക്കോട്ടെ, പക്ഷേ എന്നാലും അതല്ലേ വാസ്തവം. ഇങ്ങനെ പറയാൻ തോന്നുന്നു. അപ്പോൾ വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ, തള്ളി പറയാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ
രണ്ടാമത് പുന്നപ്ര വയലാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓട്ടോയിൽ പോയി ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ചുടുകാട്ടിലേക്ക്. മൂന്നാമത് അദ്ദേഹത്തിന് ഈ അമ്പലപ്പുഴയിലെ ഏരിയ സമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നു. നമ്മളടക്കം വാർത്തയാക്കിയതല്ലേ. ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചാൽ എന്താ കുഴപ്പം? അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് സംസ്ഥാന സമിതിയിൽ നിന്ന് പ്രായത്തിന്റെ 75 വയസ്സിന്റെ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ മാറി നിന്ന ആളാണ്. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിലെ സജീവ അംഗമാണ്, ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. 18 അംഗങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് അഭിഭാഷക ബ്രാഞ്ചിൽ ഫ്രാക്ഷനിൽ 18 അംഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. ആ അംഗം ഏരിയ സമ്മേളനത്തിൽ വിളിച്ചില്ല എന്ന് പറയുന്നതും പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ചയാണ്, ജില്ലാ അടിസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണ്. ഇങ്ങനെ ഈ വീഴ്ചകൾ ഇത്രയധികം ഉണ്ടാകുന്ന സമയത്ത് മുകളിലേക്ക് ഇത് കാണാൻ കഴിയും. അങ്ങനെ ഒരു നിർദ്ദേശമില്ല. പക്ഷെ പലപ്പോഴും MABB പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതെന്ന്. ഇദ്ദേഹവുമായി നേരിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി സംസാരിച്ചിട്ടുണ്ടെന്ന് അവിടെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു എവിടെയൊക്കെയോ ചില നേതാക്കളുടെ ഈഗോകളിലാണ് ഇത് സംഭവിക്കുന്നത്. ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഈ പോസ്റ്റുകൾ ഇടുമ്പോൾ അത് അരുത് എന്ന് പറയാൻ എന്തുകൊണ്ട് നേതാക്കൾ തയ്യാറാണ്? അപ്പോൾ അവരുടെ ആശ്രീവാദത്തോടുകൂടിയാണെന്ന് അദ്ദേഹം സംശയിക്കുകയാണ്. ജില്ലാ നേതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇദ്ദേഹത്തിന്റെ പിതാവിനെതിരെ കൂടി പറഞ്ഞത് എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ അങ്ങേയറ്റം ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. ജില്ലാ നേതൃത്വം അങ്ങേയറ്റം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഒരു ബ്രാഞ്ച് അംഗം എന്ന നിലയിൽ മാത്രമല്ല, സുധാകരൻ എന്ന് പറയുന്ന 6 പതിറ്റാണ്ട് കാലത്തെ പാർട്ടിക്ക് സംഭാവന നൽകിയ നേതാവ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ രണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പാർട്ടിക്ക്. MLA എന്ന നിലയിലും പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹത്തെ ചില ചടങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്തിയത് സുധാകരനെ സംബന്ധിച്ച് മനസ്സിൽ തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടാതെയാണ് സൈബർ വരുന്നത്. സുധാകരന് പരിചയമൊന്നുമില്ല. സുധാകരൻ ആകെ പരിചയമുള്ളത് അദ്ദേഹത്തെ എന്നും എതിർത്തിരുന്ന KSUവിന്റെയും ABVPയുടെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും BJPയുടെ നേതാക്കൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നത് അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. സ്വന്തം പാർട്ടിയിലെ ജൂനിയർ സഖാക്കൾ വന്നിട്ട് അച്ഛൻ്റെ പേരിൽ ആക്ഷേപം ചുരിയുന്നത് അദ്ദേഹത്തിന് പരിചയമുള്ള കാര്യമില്ല. ആ മനസ്സ് വേദനിക്കും. ഒരേ സമയം പൂച്ചയെക്കുറിച്ചും ബില്ലാദിനെ കുറിച്ചും VS-നെ കുറിച്ചും കവിത എഴുതുന്ന മനുഷ്യനാണ്. പൂച്ചയെക്കുറിച്ച് വളരെ ഫിലോസഫിക്കലായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ സുധാകരൻ. പൂച്ചയെക്കുറിച്ച് എഴുതിയതിനകത്ത് ഫിലോസഫിക്കലായിട്ടൊരു വാചകം അദ്ദേഹം അവസാനം കുറിച്ച് വെക്കുന്നത് എപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുതിയ യുഗത്തെക്കുറിച്ചൊക്കെയുള്ള സ്വപ്നം അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ പേര് ഉണക്കക്കൊഞ്ചു പോലെ ഹൃദയം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ സുധാകരൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു ഹൃദയമുള്ളൊരു മനുഷ്യനാണ്. വളരെ പച്ചയായി ജീവിക്കുന്ന, വളരെ സാധാരണക്കാരൻ്റെ ഹൃദയവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അവിടെ സ്വന്തം പാർട്ടിയിലെ ചില ജൂനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിച്ചു. അത് ഉണക്കാനായിട്ട് ചില നേതാക്കൾക്ക് പോകാൻ പറ്റിയില്ല. ഈ പൂച്ചയെക്കുറിച്ചുള്ള കവിതകൾ ഇങ്ങനെ അവസാനിക്കുന്നത്, നീ യുഗങ്ങളെ നോക്കിക്കണ്ടിരിപ്പു എന്നുള്ളതാണ്. എത്ര യുഗങ്ങൾ നോക്കിക്കണ്ടിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. വേറൊരു കവിത 2021 വന്നു. ആ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2021 എഴുതിയ കവിത അമ്പലപ്പുഴയിലെ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന വേളയിലാണ്. അദ്ദേഹത്തിന് പരസ്യശാസനം കൊടുത്തു കേട്ടോ. എന്നിട്ടാണ് ബ്രാഞ്ചിൽ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എതിരെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. അദ്ദേഹം അവിടെ എഴുതിയ കവിത ഇതാണ്: ഒരു തരത്തിലും നന്ദി കിട്ടാത്തൊരാ പണികളൊക്കെ ഈ നടത്തി ഞാൻ എൻ്റെ ഈ മഹതി ജീവിതം സാമൂഹ്യമായെന്നു പറയും സ്നേഹിതർ. സത്യമെങ്കിലും വഴുതിമാറും മഹാനിമിഷങ്ങളിൽ മഹിത സ്വപ്നങ്ങൾ മാഞ്ഞു മറഞ്ഞുപോയി, അവകളൊന്നുമേ തിരികെ വരാനില്ല, പുതിയ രൂപത്തിൽ വന്നെന്നുമാം എന്നാണ്. അന്ന് വലിയ ചർച്ചകളുണ്ടായിരുന്നു. പുതിയ രൂപത്തിൽ വന്നെന്നുമാം എന്ന് പറയുന്നത് പാർട്ടി വിടാൻ പോകുന്നൊക്കെ ചർച്ച 2021 വന്നതാണ്. പക്ഷേ സുധാകരന് ഈ പാർട്ടിയിൽ നിന്നൊരു പക്ഷേ അകന്നൊക്കെ മാറി നിൽക്കാൻ കഴിയും. പക്ഷേ പാർട്ടി ആശയങ്ങളിൽ നിന്ന് മാറി നിന്ന സുധാകരനില്ല. സുധാകരനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നറിയാം. പാർട്ടി ഫണ്ട് കൊടുക്കാൻ പോലും, അഥവാ മത്സരിക്കാനുള്ള ഫണ്ട് കൊടുക്കാൻ പോലും ചിലർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും അറിയാം. പക്ഷേ പാർട്ടി ചിഹ്നത്തിനെതിരെ അദ്ദേഹം മത്സരിക്കില്ല. കുട്ടനാടാണെങ്കിൽ UDFന്റെ മറ്റൊരു സ്ഥാനാർത്ഥി വന്നുപോയി. അവിടെ ഇനി അദ്ദേഹത്തെ മത്സരിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ സുധാകരന് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, സുധാകരന് കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നതിന് 2 തടസ്സങ്ങളാണ്. ഒന്ന്, എല്ലാ കാലത്തും സുധാകരൻ എതിർത്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ ഭുവനേശ്വരനെ പന്തളം NSS കോളേജിൽ ആ സിമന്റ് തറയിൽ തല പിടിച്ചു അടിക്കുന്ന സംഘടനയുടെ പേര് KSU എന്ന. അന്ന് DSU എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുണ്ട്. അപ്പോൾ സുധാകരന് അങ്ങനെ വളരെ വേഗം കോൺഗ്രസിൻ്റെ പിന്തുണ സ്വീകരിച്ച് മത്സരിക്കാൻ കഴിയില്ല എന്നൊരു വസ്തുത കൂടി മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ചു പറഞ്ഞത് സുധാകരനെ മനസ്സറിയാവുന്ന ഒരാളെന്ന നിലയിൽ സുധാകരന് ഈ പാർട്ടി ചിഹ്നത്തിനെതിരെ മത്സരിക്കാൻ കഴിയില്ല. നമ്പർ 1. നമ്പർ 2, അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രമായിൽ വളരെ നിഷ്കളങ്കനായ, എന്നാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിൽ തട്ടുന്ന നേതാവാണ്. നാളെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. നാളെ പാർട്ടി സെക്രട്ടറി നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ തീരാവുന്ന അലിയാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ അടുത്ത തവണ കോൺഗ്രസ് മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാവണം എന്നുള്ള സ്വപ്നങ്ങളിലൂടെ ഇരിക്കുന്നയാളല്ല സുധാകരൻ എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പോൾ അപമാനിച്ചോ എന്ന ചോദ്യത്തിൽ അപമാനിച്ചിട്ടില്ല, അവഗണിച്ചോ എന്ന ചോദ്യത്തിൽ അവഗണിച്ചിട്ടുമില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. Meet the editors.